ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 22 വെള്ളിയാഴ്ചയാണ്. ഇന്നലത്തെ വിപണിയിലേക്ക് വന്നാൽ നിഫ്റ്റിയും സെൻസെക്സും ഇന്നലെ തുടക്കത്തിൽ നേട്ടം നിലനിർത്താനാവാതെ ഇടിയുകയാണ് ഉണ്ടായത്. ഇതുകൂടാതെ റുപ്പിയിൽ ഒരു ഷാർപ്പ് റിക്കവറി കണ്ടെങ്കിലും 96 മുകളിലായിട്ട് തന്നെയാണ് ഇന്നലെയും ക്ലോസ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ വലിയ വാർത്തയായിട്ട് പറയാനുള്ളത് ക്രൂഡ് ഓയിൽ പ്രൈസുകൾ ഉയരുന്നതാണ്. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധം വരാതിരിക്കാൻ വേണ്ടി അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലെത്തുമെന്ന പ്രതീക്ഷ ശക്തമായതോടെ വ്യാഴാഴ്ച അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില ഏകദേശം $2 ഇടിയുകയുണ്ടായി. 2% ഇടിഞ്ഞത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 2% ഇടിഞ്ഞ് $102 ഇടിഞ്ഞിരുന്നു. അതേസമയം തന്നെ ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഇന്ന് എണ്ണവില ഏകദേശം 2% നേട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ്റെ സുപ്രീം ലീഡർ അയത്തുള്ള മുജ്തബ കമാനിയുടെ രാജ്യത്തിൻ്റെ സമ്പുഷ്ടമാക്കിയ യുറാനിയം ഇറാനിൽ തന്നെ നിലനിർത്താൻ സന്ദേശം നൽകിയതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തതാണ് ക്രൂഡ് ഓയിൽ പ്രൈസുകൾ ഇന്ന് ഉയരാൻ കാരണമായത്. ഏതായാലും ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ നേട്ടത്തിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.87% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 0.60% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ജിഫ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,631 എന്ന നിലയിൽ 37 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. US-ഉം ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ഗുണം ചെയ്യുന്നു എന്നതിൻ്റെ സൂചനകൾ കാരണം ഇപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്ത വാൾ സ്ട്രീറ്റ് ഉയർന്നു തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഡൗ ജോൺസ് 0.55% നേട്ടത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കി. S&P 500 0.17% ഉയർന്നു. നാസ്ഡാക്ക് 0.09% ഉയർന്നത്. മികച്ച റിസൾട്ടുകൾ ഉണ്ടായിട്ട് കൂടി എൻവിദിയ ഇന്നലെ റിസൾട്ടുകൾക്ക് ശേഷം ഇടിയുകയാണ് ഉണ്ടായത്. ഇനി യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $77,000 ട്രേഡ് ചെയ്യുന്നത്. ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സ്പോട്ട് ഗോൾഡ് 1% ഇടിവുണ്ടാക്കിയ ദിവസമായിരുന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,17,280 എന്ന നിലയിലാണ്. ഇനി ഇന്നേ ദിവസം നടക്കാൻ പോകുന്ന ചില കീ ഇവൻസുകൾ നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് RBIയുടെ ബോർഡ് മീറ്റിംഗ് ഇന്നാണ് നടക്കുന്നത്. പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഇന്ന് നടക്കും. ഇനി US-ൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻ്റായിട്ട് വരുന്നത് ഫെഡറൽ റിസർവ് ജെറോം പവൽ ഇന്ന് സ്ഥാനമൊഴിയുകയാണ്. പുതിയ ഫെഡറൽ റിസർവ് ചെയർമാനായിട്ട് കെവിൻ വാഷ് ഇന്ന് സ്ഥാനമേൽക്കുകയാണ്. അത് ഏറ്റവും വലിയ ഒരു ഇവൻ്റ് തന്നെയാണ്. ഇനി UK-യിൽ നിന്നും റീറ്റെയിൽ സെയിൽസ് ഡാറ്റ ഇന്ന് പുറത്തു വരുന്നുണ്ട്. യൂറോസോൺ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സിൻ്റെ മീറ്റിംഗ് ഇന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ ട്രേഡ് മിനിസ്റ്റേഴ്സ് മീറ്റിങ്ങും കൂടാതെ ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട ധാരാളം കമ്പനികളുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. സൺ ഫാർമ, ഹിൻഡാൽകോ, അതൊക്കെയാണ് ചില കമ്പനികളായിട്ട് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് മാർക്കറ്റ് ന്യൂസ് സെഗ്മെൻറ്റിൽ പറയാവുന്നതാണ്. ഇതൊക്കെയാണ് ഏറ്റവും കീ ഇവൻറ്റ്സ് ആയിട്ട് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഗെയിൽ ഇന്ത്യ എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 38.4% ഇടിവാണ് വന്നിരിക്കുന്നത്. 1,262.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 2.6% ഇടിവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 34,772.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഓറോബിൻ്റെ ഫാർമയാണ്. പ്രോഫിറ്റിൽ 2% ഇടിവ് വന്നിരിക്കുന്നു. 921.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.6% വർധനവ് വന്നു. 8,853.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. LG ഇലക്ട്രോണിക്സ് ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 8.2% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 692.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 8.1% വർധനവും ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 853.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത് നൈക്ക എന്ന കമ്പനിയുടെ മികച്ച ഒരു Q4 റിസൾട്ടിലേക്കാണ്. അതിനു മുന്നേ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്കായിട്ട് ഇതാ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ട്രേഡിംഗ് കോഴ്സിൽ നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. F&O ട്രേഡിംഗ്, ഇക്വിറ്റി ട്രേഡിംഗ് തുടങ്ങിയവയെല്ലാം ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. F&O ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി ബിൽഡിംഗ്, OI അനാലിസിസ് അടക്കമുള്ള ക്ലാസ്സുകളും ഇക്വിറ്റി ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്നിവയെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച്
നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. ഇനി നൈക്കയുടെ മികച്ച റിസൾട്ടിലേക്ക്. പ്രോഫിറ്റിൽ 286.5% വർധനമാണ് വന്നിരിക്കുന്നത്. 78.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 20.3 കോടി രൂപ മാത്രമായിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതുകൂടാതെ റവന്യൂവിൽ 28.4% വർധനവ് വന്നിരിക്കുന്നു. 2648.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ കമ്പനി ഹൊനാസ കൺസ്യൂമർ ആയിരുന്നു. പ്രോഫിറ്റിൽ 177% വർധനവ് രേഖപ്പെടുത്തി 69.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഇത്തവണ ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിൽ 23.1% വർധനവാണ് റിപ്പോർട്ട് ചെയ്തത്. 657 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് വെൽപ്സൺ കോർപ്പ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 47% ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 370.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 9.9% വർധനവും വന്നിരിക്കുന്നു. മറ്റൊരു കമ്പനി രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 157.7% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 186.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 49.6% വർധനവ് വന്നു. 5580.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇനി മറ്റൊരു സ്റ്റോക്ക് ന്യൂസിലേക്ക് വരാം. പേടിഎം എന്ന കമ്പനി. SAIF പാർട്ട്നേഴ്സ് പേയ്മെൻറ്റ്സിലെ 1.3% ഓഹരി 86 ലക്ഷം ഓഹരികൾ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കാൻ സാധ്യതയുണ്ട്. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 1120.65 എന്നതാണ്. മറ്റൊരു കമ്പനി മാരുതി സുസുക്കി ഇന്ത്യയാണ്. ഇൻപുട്ട് ചെലവ് ഉയരുന്നതിനാൽ ജൂൺ 2026 മുതൽ വിവിധ മോഡലുകളുടെ വില അതിൽ 30,000 രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കമ്പനിയുടെ ബോർഡ് എടുത്തിട്ടുണ്ട്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേരൊന്ന് നോക്കാം. സൺ ഫാർമ, ഐഷർ മോട്ടോഴ്സ്, ഹിൻഡാൽകോ, കോൾഗേറ്റ് പാമോലീവ്, ഓൾ ടൈം പ്ലാസ്റ്റിക്സ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, HG ഇൻഫ്ര എഞ്ചിനീയറിംഗ്, ഇൻഫോ എഡ്ജ്, നാരായണ ഹൃദയാലയ, NTPC ഗ്രീൻ എനർജി, ടൊറൻ ഫാർമ, TVS ഇലക്ട്രോണിക്സ്, യൂണിച്ചം ലബോറട്ടറീസ്, വിക്രം എഞ്ചിനീയറിംഗ്, യാത്ര ഓൺലൈൻ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. കഴിഞ്ഞ ആഴ്ച തുടർച്ചയായിട്ടുള്ള 3 ദിവസങ്ങളിൽ FIS ബൈയിങ് നടത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട് സെല്ലിംഗ് തന്നെയായിരുന്നു. ഇന്നലെയും 1891 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്തത്. DIS ആവട്ടെ 2492 കോടി രൂപയ്ക്ക് ബൈ ചെയ്ത് മാർക്കറ്റിനെ വീണ്ടും പിടിച്ചു നിർത്തി. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.